അർജുൻ, കുടുംബകാര്യത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേട് എന്ന് പറഞ്ഞ ചില ഫ്ലക്സുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഈ ഇടതുപക്ഷവുമായി ചേർന്ന് പിണറായിക്ക് കൈകോർത്തത് യഥാർത്ഥത്തിൽ ഈ നായർ സമുദായത്തിൽ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അവർ ഇദ്ദേഹത്തെ കൈപിടിയുമോ? എൻ്റെ ചേച്ചി, ഇതിനകത്ത് സുകുമാരൻ നായർ പറഞ്ഞു കഴിഞ്ഞാല് സുകുമാരൻ നായരുടെ മകള് സുജാത പോലും കേൾക്കൂല. പിന്നെയാണോ ഭാര്യ കേൾക്കുന്നുള്ള എനിക്കറിയില്ല കേട്ടോ. സുകുമാരൻ നായരുടെ മകള് പോലും കേൾക്കത്തില്ല. പിന്നെയാ ഈ പറയുന്ന സമുദായ അംഗങ്ങൾ. ചേച്ചി എന്താ വിചാരിക്കുന്നത്? സുകുമാരൻ നായർ അവിടെ നിന്ന് മറ്റേ ആജ്ഞ പറയുകയാണ്, കേരളത്തിലെ നായന്മാര് മൊത്തം ഇനി LDF വോട്ട് ചെയ്താൽ മതി കേട്ടോ എന്ന് അവിടെ നിന്ന് പറഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പോയി നേരെ ഈ അരിവാൾ ചുറ്റി കാണുന്നിടത്ത് മൊത്തം കയറി കുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ നായന്മാർ മൊത്തം എന്താ വിഡ്ഢികളാ? അല്ലെങ്കിൽ ഈ പറയുന്ന സുകുമാരൻ നായരുടെ കാല് നിൽക്കാൻ വേണ്ടി പിണറായി വരുന്ന പോലെ തന്നെ ഇവരെല്ലാവരും കാല് നിൽക്കുകയാണ് ജീവിക്കുന്നത്. അവർ ജനിച്ചത് നായന്മാരായി ജനിച്ചു പോയത് എന്നുള്ളത് അവരുടെ കുറ്റമല്ല. അതിൽ ഒരു അതൃപ്തിപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ അവരുടെ ജാതി നേതാവായിട്ടുള്ള ജനറൽ സെക്രട്ടറിയാണ് എന്ന് വിചാരിച്ച് സുകുമാരൻ നായർ പറഞ്ഞു കഴിഞ്ഞിട്ട് കേൾക്കുന്നത്, അയാൾ പറഞ്ഞ് കേൾക്കുന്ന ഒരുത്തം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിനകത്ത് സുകുമാരൻ നായർ എത്ര കോൺഗ്രസിന്റെ നേതാക്കൾ ജയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് അധികാരത്തിൽ വന്നോ? ഈ സുകുമാരൻ നായർ പറഞ്ഞിട്ടുള്ള ജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവർ മാത്രം എറിഞ്ഞു തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തോറ്റു. ആ രീതിയിൽ തോറ്റു. ആ ഗതി തന്നെയായിരിക്കും ഇപ്പൊ CPM. ഈ സുകുമാരൻ നായരെ കൂട്ടുപിടിക്കുന്നതിലൂടെ മൂന്നാം സർക്കാർ എന്ന സ്വപ്നം പിണറായിക്ക് നഷ്ടമാകുമോ? അല്ല, പിണറായിക്ക് അത് നഷ്ടമാകുന്നതിനകത്ത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞ സുകുമാരൻ നായർ ഇപ്പം ഈ എന്താ പറയുക, ചെകുത്താനും കടലിലും നടുക്ക് എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അതിനകത്ത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പം എലീനെ പിടിക്കാൻ വേണ്ടി പണ്ട് നമ്മളൊരു കെണി വെക്കൂലേ? കെണി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വീണ് കഴിഞ്ഞാൽ എലീന്റെ വാലിൽ ഇവിടെ തലയിലൊക്കെ വീണ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാണ്ട് നിൽക്കുന്ന ഒരു സാധനം, പുറത്തോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്കുന്നത്. അങ്ങനത്തെ ഒരു സാധനത്തിലേക്കുന്നത് ഈ സുകുമാരൻ നായരുടെ NSS എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ നല്ല രീതിയിൽ ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ട് പറയുകയാണ്. ആ പറയുന്ന സാധനം ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്. അതൊരു കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന വെറും കമ്പനിയാണത്. NSS എന്ന് പറയുന്നത്, നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. പക്ഷെ കമ്പനി ആക്ട് പ്രകാരമുള്ള ചിട്ടവട്ടങ്ങളും ക്രൈറ്റീരിയകൾ പോലും അവിടെ ഇൻകംപ്ലീറ്റഡ് ആണ്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഈ കമ്പനി എന്ന് പറയുന്നതിന്റെ ഉടമകളാരാ? ഈ കമ്പനിയുടെ ഡയറക്ടർമാർ എന്നൊക്കെ പറഞ്ഞാൽ 10-21 പറഞ്ഞ ഡയറക്ടർമാരുണ്ട്. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്താ? 6-ാം നമ്പുരാനകത്ത് പറയുന്ന പോലെ ഞാനും അപ്പനും അപ്പന്റെ പെങ്ങള് സുഭദ്രയും എന്ന് പറയുന്ന പോലെ സുകുമാരൻ നായരുടെ ഭാര്യയും പിന്നെ മോള് സുജാതയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി അതിൻ്റെ അകത്ത് PVC ആയിട്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കൊക്കെയാണ് ഇപ്പം പോയിരിക്കുന്നത്. അത്രയും വലിയ ഉടായ്പ കച്ച കെട്ടി ഇറങ്ങിയിട്ടുള്ള ടീമുകളാണ് ഈ NSSന്റെ ഈ പറയുന്ന സുകുമാരൻ നായർ എന്ന് പറയുന്ന നായർ പോപ്പ് എന്നൊക്കെ പലരും ആക്ഷേപിക്കുന്ന ഈ കക്ഷി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഈ കമ്പനി ആക്ട് പ്രകാരമുള്ള വിഷയത്തിനകത്ത് NSSന്റെ തന്നെ മുൻ ഡയറക്ടറും അതോടൊപ്പം തന്നെ നമ്മുടെ MG യൂണിവേഴ്സിറ്റിന്റെ പഴയ രജിസ്ട്രാറൊക്കെ ആയിരുന്ന ഡോക്ടർ വിനോദ് കുമാർ, അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു പരാതിയുടെ പുറത്ത് കോടതിയിൽ നിൽക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഒരിക്കൽ ഈ സുകുമാരൻ നായരെ അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറണ്ട് പോലും 2024 സെപ്റ്റംബറിലാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് വന്നിട്ടുള്ളതാണ്. അതിനുശേഷം ഇതിന് അപ്പർ കോർട്ടിൽ പോയിട്ട് കാര്യങ്ങളെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്, സ്റ്റേ വാങ്ങി പിടിച്ചു നിർത്തിയിട്ടുള്ളതാണ്. ഈ അപ്പർ കോർട്ടിലും രക്ഷയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സുകുമാരൻ നായരുടെ കാര്യവും കട്ടയം പടം അടക്കി ഈ NSS തന്നെ പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിനകത്ത് സുകുമാരൻ നായർക്ക് അനുകൂലമായി നിന്നിട്ടില്ലെങ്കിൽ ഈ സുകുമാരൻ നായർ 10-30 വർഷമായിട്ട് കൊണ്ടു നടക്കുന്ന ആ രാജകീയ ചക്രവർത്തി പരിവേഷം നേരെ വെള്ളത്തിലാകും. ഈ സ്ഥാപനങ്ങളുടെ ഇതിൻ്റെയൊക്കെ ഏമാൻ ഞാനാണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ബാക്കിയുള്ളവരെയൊക്കെ ഭൃത്യന്മാരായി കാണുന്ന ആ രാജകീയ സ്വഭാവം അല്ലെങ്കിൽ തമ്പുരാൻ സ്വഭാവം, ആ സ്വഭാവം എല്ലാം കൂടെ ഇടപെടലം തീരും. കണ്ടം വഴി ഓടേണ്ടി വരും ചങ്ങനാശ്ശേരി എന്ന് ആ രീതിയിലേക്ക്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. സുകുമാരൻ നായർ ഇപ്പം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇതുവരെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ള ഉടായ്പിലൂടെയും തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയും ഉണ്ടാക്കിയെടുത്തുള്ള ആ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട്, ഉടായ്പ പേരല്ല, താൻ എന്തോ വലിയ സംഭവമാണ് സമുദായത്തിന് വേണ്ടി താൻ എന്തോ വലിയ സാധനം ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പേരുണ്ടല്ലോ കുറച്ചു പേർക്ക് മുമ്പിലുള്ള, ആ പേര് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പിണറായിന്റെ മുന്നിൽ പോയിട്ട് സാഷ്ടാംഗം പ്രണാമിക്കുക ചെയ്യുന്നത്. ആശാനെ പൊറുക്കണം, ഞാൻ ഇനി അങ്ങയുടെ പാദസ്പർശങ്ങളിൽ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും സേവ ചെയ്തോളാം
അങ്ങ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സുകുമാരൻ നായർ യഥാർത്ഥത്തിൽ പിണറായിയുടെ കാല് പോയിട്ട് നക്കുവാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് വഴി ഒരുക്കി കൊടുത്ത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഗണേഷ് കുമാറാണെന്ന് പറയും. ഗണേഷ് കുമാറിനെ NSSന്റെ നേതാവാണല്ലോ, നേതാവായിരുന്നല്ലോ ഗണേഷ് കുമാർ. പ്രത്യേകിച്ച് ഗണേഷ് കുമാറിന്റെ അച്ഛനും ഇവരൊക്കെ NSSന്റെ ഭാഗമായിട്ട് നിന്നില്ല. സുകുമാരൻ നായരുടെ നിർദ്ദേശപ്രകാരമാണ് NSSന് വേണ്ടിയിട്ട് ഒരു മന്ത്രിയെ തന്നെ കൊടുത്തിട്ടുള്ളത്, ഇത് ഗണേഷ് കുമാറിനെ. അപ്പൊ ഈ ഗണേഷ് കുമാറും സുകുമാരൻ നായർ വഴി, അതായത് പിണറായി ഗണേഷ് കുമാർ, ഇപ്പുറത്ത് സുകുമാരൻ നായർ, സുകുമാരൻ നായർ ഗണേഷ് കുമാർ പിണറായി, ഈ പറയുന്ന അച്ചുതണ്ടിൽ ഒരു വലിയ ഡിസ്കഷൻ നടന്നതിന്റെ ഭാഗമായിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ അടുത്ത് തന്നെ വരാൻ പോകുന്ന പൊട്ടാൻ പോകുന്ന പ്രധാനപ്പെട്ട കേസുകളെല്ലാം തന്നെ ഈ പറയുന്ന NSSനെതിരാണ്, സുകുമാരൻ നായർക്കെതിരാണ്. അതിൻ്റെ അകത്ത് ഹോസ്പിറ്റൽ കേസുകളുണ്ട്, അവിടുത്തെ പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുണ്ട്, ഈ കമ്പനി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുണ്ട്, പിന്നെ അവിടുത്തെ ഈ പറയുന്ന സുജാതയുടെ മെറിറ്റ് സംബന്ധിച്ചുള്ള കേസുകളുണ്ട്. അതായത് സുജാതയ്ക്ക് യഥാർത്ഥത്തിൽ ഇപ്പൊ അവര് പ്രൊഫസറാണ്, അവിടെ പ്രിൻസിപ്പളാണ്. ഈ പ്രിൻസിപ്പളായിട്ട് പോലും ഇരിക്കാൻ പറ്റുന്ന യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് ഈ സുജാത. അവർ പിൻവാതിലൂടെയാണ് കയറ്റിക്കൊണ്ടേ ഇരുത്തിയേക്കുന്നത്. അത്തരത്തില് അങ്ങനെ തുടങ്ങി ഈ കേസുണ്ട്. അങ്ങനെ കേസുകളുടെ എനിക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ശബരിമല കേസിനേക്കാൾ കൂടുതൽ കേസുണ്ടാവും ചേച്ചി ചിലപ്പം ഈ സുകുമാരൻ നായർക്കും NSSനെതിരെയും ഈ സുജാതയ്ക്കും ഇവരുടെ ടീമിനൊക്കെ എതിരെയുള്ളൂ. ഈ ഇതെല്ലാം പോട്ടെ, സുകുമാരൻ നായർ പണ്ട് ക്ലർക്കായിരുന്ന സുകുമാരൻ നായർ പണ്ട് നാരായണ പണിക്കരെ ഏത് തരത്തിൽ പറ്റിച്ചിട്ടാണ് ഈ നിലയിലേക്ക് എത്തിയെന്നുള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് വലിയൊരു രസമുണ്ട് ചേച്ചി. ഈ ചങ്ങനാശ്ശേരിയിലെ അവിടുത്തെ പ്രസ് ഫോറം വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് NSSന്റെ കെട്ടിടത്തിലാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടാണ്. ഇതിനകത്തെ വസ്തുത എനിക്ക് എത്രത്തോളം അറിയത്തില്ല. NSSന്റെ കെട്ടിടത്തിലാണ് എന്തായാലും അവിടുത്തെ പ്രസ് ഫോറം വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ പല മാധ്യമപ്രവർത്തകർക്കും, പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിലെ പല മാധ്യമപ്രവർത്തകർക്കും NSSന്റെ സ്കൂളുകളിലോ അവരുടെ മാധ്യമപ്രവർത്തകരുടെ ഭാര്യമാർക്ക് NSSന്റെ സ്കൂളുകളിലോ കോളേജുകളിലോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ ജോലിയോ മറ്റെന്തെങ്കിലും തന്നെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് പല മാധ്യമപ്രവർത്തകരും ഈ കഥകളൊക്കെ അറിയുമെങ്കിലും അതെല്ലാം തന്നെ പൂഴ്ത്തിവെക്കുകയാണ്. സുകുമാരൻ നായരെ യേശു ക്രിസ്തുവിനേക്കാളും മുകളിലാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകർ, അത് അവരുടെ അവസ്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ. കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ലീഡിംഗ് മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമപ്രവർത്തകന്റെ ഭാര്യയ്ക്ക് ഈ സുകുമാരൻ നായർ അവിടെ വഴിവിട്ട് ജോലി മേടിച്ചു കൊടുത്ത കഥ എനിക്കറിയാം. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെ എത്ര പേർക്ക് ഇത് എനിക്ക് അറിയുന്ന കഥ ചേച്ചി, അറിയാത്ത എത്ര കഥകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ മാപ്രകളൊന്നും തന്നെ ഈ സുകുമാരൻ നായർക്കെതിരെ നാവ് തുറക്കില്ല. അങ്ങനെ നാവ് എന്തെങ്കിലും തുറക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇനി പ്രത്യേകിച്ച് നാവ് തുറക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പം സർക്കാരിന്റെ സ്വന്തം ആളായി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫമേഷൻ കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പണ്ട് ഗണേഷ് കുമാർ മന്ത്രിയായോടുകൂടി തന്നെ പലർക്കും സുകുമാരൻ നായർക്കെതിരെ വാർത്ത ചെയ്യാൻ വേണ്ടി പേടിയാണ്. അപ്പൊ അതാണ് ഇത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുകുമാരൻ നായരും NSSും കാണിച്ചു കൂട്ടിയിട്ടുള്ള തോന്നിവാസുകളുടെയും നെറുകേടുകളുടെയും കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേച്ചി ഒരു വെബ് സീരീസ് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും കഥകളുണ്ട്. ഞാൻ ഒരുപാട് പേരെ ഈ സുകുമാരൻ നായരുടെ പഴയ സുഹൃത്തുക്കളായിരുന്നവരായിക്കോട്ടെ, പഴയ ഡയറക്ടർമാരായിക്കോട്ടെ, പഴയ NSSന്റെ കരയോം പ്രസിഡന്റുമാരായിക്കോട്ടെ, NSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിക്കോട്ടെ, ഇവർ പല ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള അവരെല്ലാം പറയുന്ന അനുസരിച്ച് സുകുമാരൻ നായരുടെ മുഖം എന്ന് പറയുന്നത് നമ്മൾ ഈ പുറത്ത് കാണുന്ന ചിരിച്ചിട്ടുള്ള ചന്ദനക്കുറി ഒട്ടുള്ള മുഖം അല്ല. അതിലും വളരെ വൃത്തികെട്ടമായിട്ടുള്ള ഒരു മുഖം പിന്നിലുണ്ട്. അല്ല, അതപ്പോ NSSനുള്ളിൽ തന്നെ സുകുമാരൻ നായർക്കെതിരെ ഒരുപാട് വികാരമുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും NSSന്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും സുകുമാരൻ നായർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ അവർ പുറത്താക്കും. ചേച്ചി ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇവരുടെ വാർഷിക ജനൽബോഡിയും കാര്യങ്ങളൊക്കെ നോക്കും. ഈ സമയത്ത് അതിൻ്റെ അകത്ത് ഭൂരിപക്ഷ അഭിപ്രായമുള്ളൂ. ഭൂരിപക്ഷത്തെ നേരത്തെ സുകുമാരൻ നായർ ഈ പറയുന്ന ഈ NSSന്റെ കരയോഗങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൃത്യമായിട്ട് സുകുമാരൻ നായർക്ക് വേണ്ടപ്പെട്ട അല്ല അയാളെ പിന്താങ്ങി അയാൾ ഓടാൻ പറയുന്നു, ഓടുകയും ഇപ്പം നട്ടുവെച്ച് 12 മണിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യുന്ന കുറേ എണ്ണങ്ങളെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് ഇതിനനുസരിച്ചുള്ള കാര്യങ്ങളും കിട്ടും. മറ്റെന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളും കിട്ടും, വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങളും കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടുന്ന് സുകുമാരൻ നായരെ സ്ഥാനാർത്ഥിയാക്കുകയാണ് ജനറൽ സെക്രട്ടറി ആയിട്ട്, ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? അപ്പൊ ഒരു 10-20 പേര് കൈവന്തിക്കും. എതിർപ്പില്ലാത്തവർ കൈവന്തിക്കൂ, ഭൂരിപക്ഷം പേര് കൈവന്തിക്കും. ആരാ? ഇയാളെ സെറ്റ് ചെയ്ത് വെച്ചാൽ. ഇനി അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു നല്ല നാടൻ സദ്യ ഉണ്ട് കേട്ടോ. നാടൻ സദ്യ ഉണ്ട്. സദ്യയും കഴിച്ച് എല്ലാം ഏമ്പക്കവും വിട്ട് പിഴിയും.
സുകുമാരക്ക് നായർക്ക് ജയ് എന്ന് വിളിച്ചിട്ട് പിരിയും. ഇതാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ അവിടെ നിഷ്പക്ഷമായിട്ട് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിന്റെ പട്ടലം തീരും ഈ സുകുമാരൻ നായർ. സുകുമാരൻ നായർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ സമുദായ വിരുദ്ധനാണ് എന്ന നിലയിലേക്ക് മുദ്ര കുത്തി ചാപ്പയടിച്ച് ഈ സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു ക്രിമിറ്റോറിയം, അതായത് ശവസംസ്കാരം നടത്തുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോലും അവരുടെ ബോഡി ദഹിപ്പിക്കാത്ത നിലയിലേക്ക് കൊണ്ടുപോയ സംഭവങ്ങളുണ്ട്. അപ്പം ഇത്തരത്തില് ഒരു 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 വലിയ സംഭവമാണ് നടക്കുന്നത്. ഇപ്പം യഥാർത്ഥത്തിൽ സുകുമാരൻ നായർ പെട്ട അവസ്ഥയാണ്. അടുത്ത ദിവസങ്ങളിലേക്കായിട്ട് NSS പോലും പിരിച്ചുവിടേണ്ട നിലയിലേക്ക് കാര്യങ്ങൾ പോകും. ആ പോകുന്നതിന് മുമ്പായിട്ട് സർക്കാരിന്റെ പിന്തുണയുണ്ടെങ്കിൽ, സുകുമാരൻ നായർക്ക് പിണറായി വിജയനെ പിന്തുണയുണ്ടെങ്കിൽ, പഴയ വിജിലൻസ് കേസുകളും പല കാര്യങ്ങളും ഇതൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടാനുള്ള കച്ചിത്തുറുമ്പ് എന്ന നിലയിലേക്ക് പോയി സുകുമാരൻ നായരുടെ ഈ പറയുന്ന പിണറായി വിജയന്റെ കാലിൽ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഈ ഒരു സെറ്റപ്പിലൂടെ തന്നെ ഈ നാമജപ ഘോഷയാത്രയുമായി ബന്ധിച്ച് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില കേസുകളുണ്ടല്ലോ, ഒരുപാട് കേസുകളുണ്ടല്ലോ. ആ കേസുകളൂടെ ഒഴിവാക്കി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ അവർക്കെങ്കിലും അതിന്റെ പ്രയോജനം ഉണ്ടാവും. ചേച്ചി, ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം ന്യൂസ് 18നും അതിന് ഏഷ്യാനെറ്റിനൊക്കെ നൽകിയ ഒരു സിംഗിൾ അഭിമുഖമുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്. ഏഷ്യാനെറ്റിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനം, വേണമെങ്കിൽ സർക്കാരിന് അന്ന് 2018-ലും 19-ലുമായിട്ട് യുവതികളെ പ്രവേശിപ്പിക്കാമായിരുന്നു. അത് സർക്കാർ അങ്ങനെ ചെയ്തില്ലല്ലോ. അതായത് എന്തോ വലിയ മഹാകാര്യമാണ് മറന്നുപോയി. ഈ പറയുന്ന ഈ അല്പമെങ്കിലും ഒരു മനസാക്ഷിക്ക് മുമ്പിൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ഒരു അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ സുകുമാരൻ നായർ ഇങ്ങനത്തെ വാക്ക് പറയോ? 2018 ഒക്ടോബർ നവംബർ കാലത്ത്, അല്ലെങ്കിൽ ഡിസംബർ കാലഘട്ടത്തിലെ, അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി വരെയുള്ള സമയത്ത് കേരളത്തിന്റെ തെരുവീതികളിൽ നാമജപ ഘോഷയാത്രയുമായിട്ട് കുഞ്ഞു കുട്ടി മുതൽ പ്രായമായ വൃദ്ധമായിട്ടുള്ള അമ്മമാർ വരെ നാമം ജപിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ട ആ കാലഘട്ടം സുകുമാരൻ നായർ മറന്നുപോയി. കേരളത്തെ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുള്ള ചങ്ങനാശ്ശേരിയിലും പന്തളത്തുമായിരുന്നു. അയ്യപ്പന്റെ നാട്ടിലെ, NSSന്റെ നാട്ടിലെ അന്നൊക്കെ സുകുമാരൻ നായർക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡൊക്കെ ഇപ്പം പോയി. ചേച്ചി, അയ്യപ്പൻ പ്രത്യേകിച്ച് അയാൾക്കൊന്നും കൊണ്ട് കൊടുക്കൂല അയ്യപ്പനെ അനുകൂലിച്ച് നിന്ന് കഴിഞ്ഞാൽ. പക്ഷെ പിണറായിയുടെ കാല് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ടായി. ഇപ്പം തൽക്കാലം രക്ഷപ്പെടാം. അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല ഇതിന്റെ പിന്നിൽ.